നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൾജീരിയ ഫിഫക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. സംഗതി മറ്റൊന്നുമല്ല, അൾജീരിയ വേഴ്സസ് അർജൻറ്റീന മത്സരത്തിനിടക്ക് ലയണൽ മെസ്സി അൾജീരിയയുടെ ഐസാം എൻട്രിയെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഫിൻ്റെ ഭാഗത്ത് ഡേഞ്ചറസ് ആയ രൂപത്തിൽ തന്നെ ചവിട്ടിയിരുന്നു. അത് പരിക്ക് പറ്റാവുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ടും അതിന് യെല്ലോ കാർഡോ ഈവൻ റെഡ് കാർഡോ ഒക്കെ ഇഷ്യൂ ചെയ്യാം. എന്നാൽ റഫറി സിമോൺ മാർസിനിയാക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ നിയന്ത്രിച്ച ആളാണ് കേട്ടോ. അദ്ദേഹം അതിന് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, വാറ് അതൊക്കെ അങ്ങനെ നോക്കിക്കണ്ടിരുന്നു. ഒരു തരത്തിലും റിവ്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതുമില്ല. ഇതിലൊക്കെ എന്തൊക്കെയോ ഇല്ലേ എന്നൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് അൾജീരിയ ഔദ്യോഗികമായിട്ട് ഫിഫയിലേക്ക് പരാതിയുമായി കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവും നമ്മൾ കരുതിയില്ല. പക്ഷേ അൾജീരിയ ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് ഫിഫയിലേക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ലേക്കിപ്പ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേക്കിപ്പിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലേക്കിപ്പ് നിങ്ങൾക്ക് അറിയാലോ, ആരാണ് ഈ എല്ലപ്പിക്ക എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരൊക്കെ വരാറുണ്ട്. അങ്ങനെയല്ല, ലേക്കിപ്പ് നമ്മുടെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ പാരൻ്റ് കമ്പനിയാണ്. അപ്പം അവരാണല്ലോ ഈ ബാലൻഡൂറൊക്കെ കൊടുക്കുന്നത്. ഏതായാലും ലേക്കിപ്പിൻ്റെ റിപ്പോർട്ടിലാണ് ഈ ഒരു സംഭവം ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലവർ പറയുന്നത് അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നു. പ്രധാനമായിട്ടും അർജൻറ്റീന വേഴ്സസ് അൾജീരിയ, അവരുടെ വേൾഡ് കപ്പിൽ ഓപ്പണർ മാച്ചായിരുന്നു അത്. അതിൽ ലയണൽ മെസ്സിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ പരാതി പോയിരിക്കുന്നത്. അൾജീരിയ പരാതി കൊടുത്തിരിക്കുന്ന വിഷയം പോളിഷ് റഫറി സിമോൺ മാർസിനിയാക്ക്, അതുപോലെ തന്നെ വാറ്, ആ കളിയിൽ വാർ റഫറിങ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ, അവരുടെ ഒരുപാട് ഡിസിഷൻസ് നോർത്ത് അമേരിക്കൻ സൈഡ് അൾജീരിയക്കെതിരായി സംഭവിച്ചിട്ടുണ്ട്. അത് മത്സരത്തിൻ്റെ ഔട്ട്കമ്മിനെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ കംപ്ലൈൻറ്റിലുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഐസാം എൻട്രി ലയണൽ മെസ്സി ഇഷ്യൂ തന്നെയാണ്. അപ്പം മെസ്സി യഥാർത്ഥത്തിൽ ആ ബിൽഡപ്പിൽ അങ്ങ് ബോളുമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഐസാം എൻട്രിയുടെ കാലിനെ അങ്ങനെ ചവിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് തന്നെയാണ്. ഒരു യെല്ലോ കാർഡ് എന്തായാലും കൊടുക്കണം, റെഡ് കാർഡിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റഫറി യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല. അപ്പം അൾജീരിയയുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഇത് കളിയുടെ ഫ്ലോയെ ബാധിച്ചു. നോർമലി കളിക്ക് എന്ത് ഔട്ട്കമാണ് ഉണ്ടാവേണ്ടത് അതാണ് റഫറിയുടെ ഈ തെറ്റായ തീരുമാനത്തിലൂടെ മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മെസ്സി പിന്നെ ആട്രിക്കിലേക്കൊക്കെ പോയി. അപ്പോൾ അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കളിയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന ഔട്ട്കമിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഡിസിഷനാണ് അവിടെ റഫറി എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി വേണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫിഫ ഈ ഒരു വിഷയം റീഓപ്പൺ ചെയ്യുമോ, മെസ്സിക്ക് വിലക്ക് കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. നിലവിൽ എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പരാതി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.